ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വ്ളോഗൊന്നും ഇല്ല കേട്ടോ. വൈകുന്നേരത്തെ ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി 2 ചായക്കടിയാണ്, അതും നാടനാണ്. ആദ്യം തന്നെ എരൂല് ബ്രെഡ് വാട്ടിയതാണ് കേട്ടോ. നമ്മൾ അധികവും മക്കൾക്ക് മദ്രസയിൽ പോകുമ്പോൾ എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ഫുൾ ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. അതിൻ്റെ നേരെ ഞാൻ പകുതിയാക്കി എടുക്കും. ഇത് ഇങ്ങനെ തന്നെയല്ല വാട്ടിയെടുക്കുക, നേരെ പകുതിയാക്കി കോണാക്കിയിട്ടാണ് വാട്ടിയെടുക്കുക. എന്നാൽ കാണാൻ ഭംഗിയും ഉണ്ടാവും, കഴിക്കാനും രസം ഉണ്ടാവും. അപ്പം ബ്രെഡ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയാണ്. മുട്ട ഞാൻ 5 മുട്ടയാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ 4 മുട്ടയാണ് പൊട്ടിച്ച് വയ്ക്കുന്നത്. പിന്നീട് ലാസ്റ്റ് ഒരു മുട്ടയും കൂടിയും പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതാണ് ടോട്ടൽ 5 മുട്ട എന്ന് പറയുന്നത്. 5 മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കിട്ടും. മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അവർ മധുരത്തെക്കാളും കൂടുതൽ സ്പൈസിയാണ് കഴിക്കൽ. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കൂടി പോവേണ്ട, നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അര കഷ്ണം ഉള്ളി, പിന്നെ ഒരു അര കപ്പ് മല്ലിച്ചപ്പ്, പിന്നെ 2 പച്ചമുളക്, വേണമെങ്കിൽ 3 എടുക്കാം. ഇത് നല്ല എരിവുണ്ട്, അതുകൊണ്ട് കൂടുതൽ എടുക്കുന്നില്ല. എന്നിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. വല്ലാണ്ടങ്ങ് അരിഞ്ഞു പോകണ്ട, ഇതുപോലെ കിട്ടിയാൽ മതി. ഇനി എന്താ വേണ്ടത്, ഈ ഒരു അരപ്പിനെ നമുക്ക് ഈ മുട്ടക്കൂട്ടിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കണം. ഇതാണ് നമ്മളെ സ്പൈസി മസാല മിക്സ്. എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ഉമ്മ രാവിലെ നമ്മൾ കാലിച്ചായ എന്ന് പറയും, ആ കാലിച്ചായക്ക് മുട്ട പുഴുങ്ങിയതോ അല്ലെങ്കിൽ മുട്ട പുളിസയോ പിന്നെ ബ്രെഡ് ഇതുപോലെ വാട്ടിയതും ഉണ്ടാവും, പിന്നെ പഴം വാട്ടിയതും ഉണ്ടാവും. ഇതിലേക്ക് ഞാൻ അര ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഈ ഒരു ബാറ്ററിൽ വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ബ്രെഡിന് ഞാൻ നേരത്തെ കോണാക്കി വെച്ചിട്ടില്ല കേട്ടോ. അത് പറയുമ്പോൾ അങ്ങനെ ഞാൻ ഫ്ലോയിലും പറഞ്ഞു പോയതാണ്. ബ്രെഡ് ഞാനിപ്പം കോണാക്കി മാറ്റുന്നുണ്ട്. ഈ ഒരു ഐറ്റം കണ്ണൂർ പിയാപ്പിള സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിലെ കണ്ണൂർ പിയാപ്പിളക്ക് കൊടുക്കുന്ന ചായക്കടി എന്ന് പറഞ്ഞിട്ട്. ആ ടൈമിന് അങ്ങനെയൊന്നും ആരും കണ്ടിട്ടില്ല. ഇപ്പം ആൾക്കാർ കാണുമെന്നും അറിയില്ല. കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് മസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടെ, അടിപൊളിയാണ്. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്കിന് ഈ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഞാൻ നാട്ടുപോയനായതുകൊണ്ട് തന്നെ നല്ല പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടാണ് ഉള്ളത്. ഈ ഒരു പാനിൽ മെയിനായിട്ട് പശു നെയ്യില്ലേ, നമ്മൾ നാടൻ പശു നെയ്യ്, അത് അല്ലെങ്കിൽ RKG, പിന്നെ ഉപ്പില്ലാത്ത ബട്ടർ, അല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ. ഞാൻ ലാസ്റ്റ് ഓപ്ഷനാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ അടുത്ത് ഓയിൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അത് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ചുറ്റിച്ചിട്ട് ബ്രെഡ് മുട്ടയിൽ മുക്കിയിട്ട് ഇതുപോലെ ഞാനിങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൽ മാക്സിമം 4 വെക്കാൻ പറ്റുള്ളൂ. തിക്കി വെച്ച് കഴിഞ്ഞാൽ 5 വെക്കാം. പക്ഷേ റിസ്ക് എടുക്കുന്നില്ല, സമാധാനത്തിൽ നമുക്ക് തിരിച്ചിടുകയും മറിച്ചിടുകയും ചെയ്ത് കൊടുക്കാമല്ലോ. അതുകൊണ്ട് 4 വെച്ചിട്ടുള്ളൂ. ഇനി ഇത് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇങ്ങനെ ചെയ്യേണ്ടുള്ളൂ. വേഗം ആക്കിയെടുക്കാൻ പറ്റും. ഞാൻ പറയുന്നതിനേക്കാളും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഇത് മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. രാവിലെ മക്കൾ മദ്രസയിൽ പോകുമ്പം അവർക്ക് വേഗം ഉണ്ടാക്കിയെടുക്കാനും പറ്റും, വൈകുന്നേരം ചായക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ണൂർ പിയാപ്പിളാർക്ക് മസ്റ്റായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഇത് ഫസ്റ്റ് തന്നെ അവർ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ രണ്ടാമതും വേറെ ആയിട്ട് പിന്നെയും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചൂടാലെ കഴിക്കണം കേട്ടോ. തണിഞ്ഞു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ചിലർക്ക് തണിഞ്ഞാലാണ് ഇഷ്ടം. അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. നമുക്കെല്ലാം ചൂടാലെയാണ് ഇഷ്ടം. പിന്നെ അത് മാത്രമല്ല, കുറച്ചും കൂടിയും പച്ച കളർ വേണമെന്നുണ്ടെങ്കിൽ മല്ലിച്ചപ്പ് കുറച്ചും കൂടി കൂട്ടിയിട്ടാൽ മതി, അത്രയേ വേണ്ടുള്ളൂ. പിന്നെ പച്ചമുളക് എരിവ് കുറവാണെങ്കിൽ കുറച്ചും കൂടി സ്പൈസി ആക്കി എടുക്കാം. അപ്പോൾ സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആയ നമ്മുടെ സ്പൈസി ബ്രെഡ് വാട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റായി ട്രൈ ചെയ്ത് നോക്കുക. ഒരു ഐറ്റം റെഡിയായ ടൈമിൽ തന്നെ ഞാൻ ചായ വെക്കാമെന്ന് വിചാരിച്ചു. എനിക്കല്ല, ഇത് ഹസ്ബൻഡിനാണ്. ഇതിൽ പാലൊഴിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും. പിന്നെ നമ്മൾ ഇതിൽ ചായപ്പൊടിയും ഇത്തിരിയേ പഞ്ചസാര വേണ്ടുള്ളൂ. ഇതങ്ങനെ തന്നെ വെക്കലാണ്. ഞാൻ ഇതുവരെ ഈ ഒരു ചായൻ്റെ മധുരം നോക്കിയിട്ടേയില്ല, പക്ഷേ പെർഫെക്റ്റ് ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്ത ഐറ്റമായ നാടൻ കായ് പൊരിച്ചത്, ബനാന ഫ്രൈ. ഇത് അവർ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ കാണിച്ചിട്ടില്ലേ, ചാമ്പക്കയും മാങ്ങയെല്ലാം കൊണ്ടുവന്ന നാട്ടിൽ നിന്ന്. അവരെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പഴമാണ്, നാടനാണ്. അതിനെക്കൊണ്ട് ഞാൻ പഴം പൊരിക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു പഴംപൊരിയിലും ഞാൻ ഒരിക്കലും പഴംപൊരിയിൽ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ടുള്ള വലിയ ഐഡിയ എനിക്കില്ല. സാധാരണ ഹോട്ടലിൽ നിന്നെല്ലാം വാങ്ങുന്ന ടൈമിന് വല്ലാണ്ട് പൊന്തിയിട്ട് ഒരു ചൊയലുണ്ടാവും. പിന്നെ ഇവിടെ അടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നല്ല നാടൻ നമ്മളെ നാട്ടിലുള്ള കായ് പൊരിച്ച കിട്ടലുണ്ടേനും. അപ്പം അത് മേടിക്കലുണ്ട്. അത് 1 ദിറംസിന് 2 കിട്ടലുണ്ടേനും. ഇപ്പോൾ ആ ഹോട്ടലിൽ പൊട്ടിയെന്നാണ് തോന്നുന്നത്. എന്താ ചെയ്യുക അറിയില്ല, കച്ചവടം ഇല്ലാന്ന് തോന്നുന്നു. കൂടുതൽ ഈജിപ്ഷ്യൻ ഫാമിലിയാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നല്ല പഴുത്തിട്ടുള്ള പഴമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, പുറമെല്ലാം കറുത്തിട്ടുണ്ട്. ഇത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞിട്ട് നേരെ പകുതിയാക്കിയിട്ട് നൈസായിട്ട് മുറിച്ചിട്ടിട്ട് കുട്ടിയാക്കിയിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം. ഇത് വലിയതാകുന്നതിനെക്കാട്ടും നല്ലത് ചെറുതാണ്. അപ്പോൾ അങ്ങനെ വേസ്റ്റ് ആവില്ല. മക്കൾക്കെല്ലാം കൊടുക്കുന്ന ടൈമിന് അവർക്ക് വേണ്ടെങ്കിൽ അവർ ചെറുത് കഴിച്ച് കഴിഞ്ഞാൽ അതങ്ങ് കഴിയും. വലിയതാണെങ്കിൽ അവരത് വേസ്റ്റ് ആക്കും. പഴം എല്ലാം മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, അതാണെങ്കിൽ വായിൽ കിട്ടുന്നുമില്ല. ഇത് ആണ് UAE ഷോപ്പിലെല്ലാം ഉണ്ടാകുന്നത്.
2 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ടയെ വേണ്ടുള്ളൂ. ഇനി 1/2 കപ്പ് പഞ്ചസാര ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പഞ്ചാര എന്നാ പറയാ. എല്ലാത്തിനും നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ടാവും. അതാണ് നമ്മളെ കണ്ണൂരുകാരുടെ പ്രത്യേകത. എല്ലാ കണ്ണൂരുകാരും ഇല്ല കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. കുറച്ച് ഒരു നുള്ളുപ്പ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തത് ടർമറിക് പൗഡർ, അതായത് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കളറിന് വേണ്ടിയിട്ടാണ്. കളർ വേണ്ടിയില്ലെങ്കിൽ അത് നമുക്ക് വിട്ട് കളയാം. പക്ഷെങ്കിൽ ഉണ്ടല്ലോ നിന്നോട്ടെ, നല്ലതല്ലേ. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. വെള്ളം കൂടി പോവാണ്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നേരത്തെ പഞ്ചസാര കുറച്ച് കുറവുണ്ടേനും 1/2 കപ്പിലും കുറച്ച് കുറവുണ്ടേനും, അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളി ഏലക്ക പൊടിച്ചതാണ് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇടാതിരിക്കാം. ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടാ. അത് എല്ലാത്തിലും ഞാൻ അങ്ങനെ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ച് ഇവിടെ വെച്ചതാണ്. ഏലക്ക വേഗം പൊടിക്കാൻ പറ്റും. ഏലക്കയിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. മൈദാ മാവ് വല്ലാണ്ട് ലൂസായി പോകരുത് കേട്ടോ. ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഞാൻ പഴം മൈദാ മാവിൽ മുക്കിയിട്ട് പൊരിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കണം. പണ്ട് മുതലേ ഉമ്മാമയെല്ലാം ഉണ്ടാക്കി വരുന്ന ഒരു പഴംപൊരിയാണ്. വളരെ ഈസി ആയിട്ടും ഓരോന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഞാനും ഉണ്ടാക്കൽ. പണ്ടത്തെ രീതിയല്ല. എനിക്ക് ആ ഒരു ബേക്കിംഗ് സോഡ ഇടുന്നത് അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കൽ. പിന്നെ പ്രത്യേകിച്ച് മക്കൾക്ക്, ഹസ്ബൻഡൊന്നും മധുരം അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആക്കാണ്ട് കുറച്ചേ ആക്കുകയുള്ളൂ. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം എൻ്റെ കൂടെ വേറെ ആൾക്കാരും ഉണ്ട്. അപ്പം അവർക്കും കൂടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്തായാലും ഇത് വേസ്റ്റ് ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കുട്ടിയായിട്ട് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ ഓരത് വേഗം കഴിച്ചോളും. ഞാൻ ഈ പഴംപൊരി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ നമുക്കത് കോരി മാറ്റാം. അതിൻ്റെ ഇടയിൽ ഞാൻ കെറ്റിൽ കട്ടൻ ചായ വെച്ചിട്ടുണ്ട്. ഞാനും മക്കളും കട്ടൻ ചായൻ്റെ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചായക്കടീൻ്റെ ഒപ്പരം അത് ബെസ്റ്റാണ്. നല്ല ചൂടോടുകൂടി കഴിക്കാൻ സൂപ്പറാണ്. അപ്പം ഈ നാടൻ ഐറ്റമായ 2 എണ്ണം നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഈ ഒരു 2 ഐറ്റംസിൽ ഏതെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങളൊരു ഹാർട്ട് ഷേപ്പെങ്കിലും കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് പറയണേ. പണ്ട് ചെറുപ്പത്തിലെല്ലാം ഉമ്മാമ്മ പഴം കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ്. വേറെ ഒന്നും ഉണ്ടാക്കലുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ ആ കായ് നിറച്ചതുണ്ട്, അത് തേങ്ങാപ്പണ്ടെല്ലാം വെച്ചിട്ടാണ് അതും ഉണ്ടാക്കിയെടുക്കും. ഇപ്പം പഴംപൊരിൻ്റെ പല വേർഷനും വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നാടൻ ആ ഒരു തനതായ രീതി അത് വേറെ തന്നെയാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കുക്കിംഗ് റെസിപ്പിയാണോ ഇഷ്ടം, അല്ലെങ്കിൽ വ്ളോഗാണോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പുതിയ റെസിപ്പി ആയിട്ടും പുതിയ വ്ളോഗുമായിട്ടും ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റ.